അതെന്തിനാ? അയാൾ ദ്വാരക്കുന്നു, അല്ലാഹുവേ നീ ഹഖിനെ വിജയിപ്പിക്കണമേ, അല്ലാഹുവേ നീ ലീഗിനെ തകർക്കണമേ, അല്ലാഹുവേ നീ ലീഗുകാർക്ക് എയ്ഡ്സ് കൊടുക്കണമേ. ചമ്മാട്ടിൽ അയാൾ ദ്വാരുന്നതാണ്. എയ്ഡ്സ് കിട്ടുകയാണെങ്കിൽ ആർക്കാണ് ആദ്യം കിട്ടുകയെന്ന് ബഹുമാനപ്പെട്ട ബാപ്പുട്ടിയാജി സാഹിബിനെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന നേതാക്കന്മാരിവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ അത് ഞാൻ വിശദീകരിക്കുമായിരുന്നു. അത് ഞാൻ കാന്തപുരത്ത് അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി ചെയ്ത പ്രസംഗത്തിൽ അല്പം തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാസറ്റ് കേട്ട സുഹൃത്തുക്കൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അതിലെന്താ പറഞ്ഞിരുന്നത് ഇവിടെ പറയുന്നില്ല. എന്നിട്ട് ലീഗുകാർക്ക് എയ്ഡ്സ് കൊടുക്കണേ. ഒരു ആലിമിന്റെ ദ്വായുടെ സ്വഭാവം നോക്കണം. ആലിമ്യങ്ങൾ ലീഗിനെതിരെ ദ്വാരക്കുവോ? അല്ലെങ്കിൽ എ.പി. ദ്വാരനാ ലീഗുകാർക്ക് പേടിയുണ്ടോ? എ.പിയുടെ അനുയായികൾക്ക് അറിയുമോ ചാപ്പനങ്ങാടി വാപ്പു മുസ്ലിയാരെ? അറിഞ്ഞിട്ടില്ല, നിങ്ങൾ അറിയണം. കേരളത്തിലെ ആത്മീയ ചിന്തയുടെ ജ്വലിക്കുന്ന താരകമായിരുന്നു മഹാനായ തസവ്വുഫിന്റെ ഗുരു ശൈഖുനാ ചാപ്പനങ്ങാടി വി ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. പറങ്കി മൂച്ചിക്കല്ല ഒരു കുടിലിരുന്നു കൊണ്ട് ആത്മീയ ചക്രവാളത്തിലേക്ക് ഒരു ജ്യോതിസ്ഥായി ഉദിച്ചുയർന്ന മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അതിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ വന്ന് ദുആ ചെയ്ത ആളാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടന്നപ്പോൾ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ തന്റെ വലത്തും മഹാനായ സയ്യിദ് മുഹമ്മദ് കോയ സാഹിബിനെ തന്റെ ഇടത്തും ഇരുത്തിക്കൊണ്ട് ബാപ്പു മുസ്ലിയാർ ദുആ ചെയ്തു, അല്ലാഹുവേ ഈ സംഘത്തെ നീ വിജയിപ്പിക്കണമേ, അല്ലാഹുവേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണമേ, ഇന്ത്യ രാജ്യത്ത് ദീനിന്റെ മാനം കാക്കാൻ ഈ സംഘടനക്ക് നീ ശക്തി കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിം ശിർക വൽ മുശ്രികീൻ. ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാരെ പോലെയുള്ള ഖാദിരിയ തരീഖത്തിന്റെയും നഖ്ശബന്ദിയ തരീഖത്തിന്റെയും സമന്വയമാർന്ന ഒരു വ്യക്തിത്വത്തിന്റെ ദുആ കൊണ്ട് കെട്ടിപ്പടുത്ത പച്ചക്കൊടി എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ദുആ കൊണ്ട് പറന്നു പോകുന്ന അപ്പൂക്കൻ താടിയാണെന്ന് കാന്തപുരത്തിന്റെ അനുയായികൾക്ക് വല്ല വിശ്വാസവും ഉണ്ടെങ്കിൽ അത് തിരുത്താൻ സമയമായിരിക്കണം. പാണക്കാട് തങ്ങളോടുള്ള അസൂയാണല്ലോ ഇപ്പൊ കാന്തപുരം മുസ്ലിയാർക്കുള്ളത്. അയാളുടെ സോക്കറിന്റെ അസിലാണ്. ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പറയുന്നു. പാണക്കാട് തങ്ങളുടെ കസേരയിൽ കയറിയിരിക്കാൻ കാന്തപുരത്തിന് അവസരം കൊടുത്താൽ കേരളത്തിലെ സമസ്തയിൽ നിന്നുണ്ടാക്കിയ സർവ്വ പ്രശ്നങ്ങൾക്കും മറുപടി ഉണ്ടാവും. ശിഹാബിന്റെ കസേരയിൽ കയറിയിരിക്കണം, അതാണ് മൂപ്പനെ പൂതി. പക്ഷേ എങ്ങനെയാണ് ഇയാൾക്ക് ശിഹാബ് തങ്ങളുടെ കസേരയിൽ ഇരിക്കാനുള്ള അർഹത ഉണ്ടാവുക? മഹാനായ ശിഹാബ് തങ്ങളും ഇയാളും തമ്മിൽ താരതമ്യമുണ്ടോ? ഇയാളുടെ അനുയായികൾ പറയുന്നു കുരുത്തക്കേട് കുരുത്തക്കേട്, ഞങ്ങളുടെ ശൈഖുനായുടെ കുരുത്തക്കേട്. പാണക്കാട്ടത്തങ്ങൾ ആർക്കെങ്കിലും ഇന്ന് വരെ കുരുത്തക്കേട് കൊടുത്തിട്ടുണ്ടോ? കുരുത്തം കൊടുത്തിട്ടുണ്ട്. ധാരാളം ആളുകൾക്ക് മുസ്ലിം സമുദായത്തിന് ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ തങ്ങൾ വേണം, അതിന്റെ കുരുത്തം കിട്ടണം. മുസ്ലിം സമുദായത്തിൽ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ ശിഹാബ് തങ്ങൾ വേണം, അതിന്റെ കുരുത്തം വേണം. ഇങ്ങനെ കുരുത്തത്തിന് വേണ്ടിയല്ലാതെ കുരുത്തക്കേടിന് വേണ്ടി ആരും പാണക്കാട്ടിലേക്ക് പോകാറില്ല എന്ന് മുസ്ലിം പണ്ഡിതന്റെ വേഷത്തിൽ സഞ്ചരിക്കുന്ന എ.പി. അബൂബക്കർ മുസ്ലിയാരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പാണക്കാട് തങ്ങളുടെ കസേരയിരിക്കാൻ മോഹിക്കുന്ന നിങ്ങളും തങ്ങളും തമ്മിൽ താരതമ്യം പോലും നടത്താൻ ഈ സമുദായത്തിന് സാധ്യമല്ല.